മറൈൻ അക്വേറിയം നമ്മുടെ ട്രിവാൻഡ്രത്ത് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കേരളത്തിൽ ഏകദേശം കുറേ ജില്ലകളിൽ ഈ ഒരു സംഭവം വന്നിട്ടുണ്ട്. അവിടെ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഏതോ ഒരു സ്വപ്നലോകത്ത് എത്തണ പോലെ ഉണ്ട് അവിടുത്തെ കാഴ്ചകളെന്ന് പറയണത്. മുമ്പ് നമ്മുടെ ട്രിവാൻഡ്രം കഴക്കൂട്ടത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ വന്നപ്പോഴത്തേക്ക് നമ്മൾ എല്ലാവരും കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും അമ്മയും ചേച്ചിയും ചേട്ടനും കാശിയും വിഷ്ണുവും ദേവുട്ടിയും എല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോയത്. വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു, കാരണം നമുക്കവിടെ എന്തൊക്കെയാണ് സംഭവങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പോഴത്തേക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് വെച്ചിട്ട് എല്ലാവരും കൂടെ പോയതാണ്. അപ്പോൾ ഞാനിടയിൽ ഈ ഒരു സ്കേർട്ടും ടോപ്പും എന്ന് പറയുന്നത് മീഷോന്ന് മേടിച്ചിട്ടുള്ളതാണ്. എൻ്റെതല്ല, ചേച്ചിയുടേതാണ്. അപ്പോൾ അവളുടെ സൈസിൽ അവൾ എടുത്തതാണ്. അപ്പോൾ പിന്നെ എനിക്കിപ്പോൾ ഇച്ചിരി വയറൊക്കെ വന്നപ്പോഴത്തേക്കും ഇച്ചിരി വണ്ണം വെച്ചപ്പോഴത്തേക്കും എനിക്കത് കറക്റ്റ് ആയിട്ടോ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഏതൊരു സ്വപ്നലോകത്ത് എത്തണ പോലെയായിരുന്നു. കുറേ വെറൈറ്റി ആയിട്ടുള്ള മീനുകളുണ്ടായിരുന്നു. നമ്മൾ കടലിലൊക്കെ കാണുന്നുണ്ടല്ലോ, അതുപോലെ അത് കടലിൽ നമ്മൾ നേരിട്ട് കാണുന്നില്ല, നമ്മൾ ടി വിയിലൊക്കെ കാണൂലേ, അതുപോലത്തെ കുറേ മത്സ്യങ്ങളുണ്ടായിരുന്നു. എല്ലാം വെറൈറ്റി മത്സ്യങ്ങളായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്കും ചെന്നപ്പോഴത്തേക്ക് ഭയങ്കര അതിശയം, അയ്യോ ഇത് ഇത്രയും വലുതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ആയിരുന്നു. ഈ ഒരു കുഞ്ഞു കുഞ്ഞു മീനുകളില്ലേ, കളർഫുള്ളായിട്ടുള്ള മീനുകൾ, ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി അതിനെക്കാട്ടി ഒരു ഇരട്ടി ഭംഗിയാണ് നേരിട്ട് കാണുമ്പോൾ ഉണ്ടായിരുന്നത്. കണ്ടില്ലേ, ഏറ്റവും കൂടുതൽ ആൾക്കാർ നിന്ന് ഫോട്ടോ എടുക്കുന്നത് ഈ ഒരു സ്ഥലത്ത് നിന്നിട്ടാണ്. ഇത് കണ്ടില്ല, ഇത് നമ്മുടെ നെത്തോലി പോലത്തെ ഒരു ചെറിയ മീനാണ്. ഇതിങ്ങനെ കൂട്ടമായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ, സിംഗിളായിട്ടല്ല നിൽക്കുക, കൂട്ടമായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെയും ഭയങ്കര തിരക്കാന്ന് എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് കണ്ടില്ല, ഇതിങ്ങനെ കുറേ അടിപൊളി സംഭവങ്ങളുണ്ട്. അത് പിള്ളേർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന കുറേ ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് ഫ്ലവർ ഷോ, ഇതും അടിപൊളിയായിരുന്നു. ചിത്രശലഭം, അതുപോലെ തന്നെ ഫ്ലവേഴ്സ്, അങ്ങനെ കുറേ സംഭവങ്ങൾക്ക് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും കേട്ടോ. ഇത് അവിടുത്തെ ഒരു മുഖ്യമായിട്ടുള്ള ഒരു ആകർഷണമാണ് ഈ ഒരു റോബോട്ടിക് ഡോഗ് എന്ന് പറയുന്നത്. ഇതും അടിപൊളിയായിരുന്നു കേട്ടോ, പിള്ളേർക്കൊക്കെ ഭയങ്കര